ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10ലെ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വാതകങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വ്യാപ്തം, മർദ്ദം, താപനില എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ എന്തായിരുന്നു വ്യാപ്തം? നിങ്ങൾ ആ ചാപ്റ്ററൊക്കെ പഠിച്ചോ? എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഒന്നുകൂടി നോക്കിയിട്ട് പുതിയ ഭാഗത്തേക്ക് വരാം. അപ്പോൾ വ്യാപ്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അതുപോലെ മർദ്ദം എന്ന് പറയുമ്പോൾ എന്താ? ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് മർദ്ദം എന്ന് പറയുന്നത്. മർദ്ദം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മാനോമീറ്റർ ആണ്. വാതകങ്ങളുടെ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. ഇങ്ങനെ തന്നെ ആവണം ചോദ്യം. വാതകങ്ങളുടെ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? മാനോമീറ്റർ. ഇനി താപനിലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് അതിൻ്റെ എന്ത്? താപനില എന്ന് പറയുന്നത്, അല്ലെ? ചലനം മൂലം തന്മാത്രകൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് വാതക നിയമങ്ങളിലേക്ക് വരാം. അപ്പോൾ വാതക നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാട്രോ നിയമം, കൂടാതെ ഗെയ്-ലുസാക്ക് നിയമം കൂടി നമ്മൾ പഠിക്കണം. അതും നമ്മൾ LP UPയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ അതിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു ഭാഗത്ത് അതില്ല എങ്കിൽ കൂടിയിട്ടും NCERTയിലൊക്കെ ഗെയ്-ലുസാക്ക് നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ പഠിക്കണം. ഏറ്റവും ആദ്യം നമുക്ക് ബോയിൽസ് ലോ നോക്കാം. ബോയിൽസ് ലോ. അപ്പോൾ നോക്കിയേ, ബോയിൽസ് ലോയ്ക്ക് നമുക്ക് ആദ്യം 1-2 എക്സാമ്പിൾസ് എടുത്ത് തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ബോയിൽസ് നിയമം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് ബോയിൽസ് നിയമത്തിൽ പറയുന്നത്. ബോയിൽസ് നിയമത്തിൽ പറയുന്നത് പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ്. മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് ബോയിൽസ് നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വലിയ സിറിഞ്ച് എടുത്ത് അതിൻ്റെ പിസ്റ്റൺ ഊരി മാറ്റുക. എന്താ ഈ പിസ്റ്റൺ എന്ന് പറയുന്നത്? ഇതിൻ്റെ ഈ ബാക്കിലുള്ള ഈ ഒരു ഭാഗമല്ലേ, നമ്മൾ സിറിഞ്ചിൻ്റെ ഈ ബാക്കിലുള്ള ഭാഗമാണ് അതിൻ്റെ പിസ്റ്റൺ. അപ്പോൾ ഒരു വലിയ സിറിഞ്ച് എടുത്തിട്ട് അതിൻ്റെ പിസ്റ്റൺ ഊരി മാറ്റിയിട്ട് വായു നിറച്ച ഒരു അഗ്രഭാഗം കെട്ടിയിട്ടുള്ള ഒരു ചെറിയ ബലൂണ് സിറിഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് സൂം ചെയ്യാം കേട്ടോ. ഇതാ നോക്കാം, കണ്ടോ? പിസ്റ്റൺ എടുത്ത് മാറ്റുക, അതിനുള്ളിലേക്ക് ഈ അഗ്രഭാഗം കെട്ടിയിട്ടുള്ള വായു നിറച്ച ഒരു ചെറിയ ബലൂണ് ഇതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് പിസ്റ്റൺ തിരികെ ഘടിപ്പിക്കുക. ഊരി മാറ്റിയ പിസ്റ്റൺ എന്ത് ചെയ്യണം? തിരിച്ചത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി മറുവശം അടച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു അഗ്രഭാഗം കണ്ടോ? നമ്മളിവിടെ ഈ ഒരു നീഡിൽ വെക്കുന്ന ഭാഗമില്ലേ, നീഡിലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ഭാഗം വിരൽ കൊണ്ട് അടച്ചു വെക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? പിറകിലേക്ക് വലിക്കുമ്പോഴും ബലൂണിനുണ്ടാകുന്ന മാറ്റം, പിസ്റ്റൺ അമർത്തുമ്പോഴും പിറകിലേക്ക് ഈ പിസ്റ്റൺ വലിക്കുമ്പോഴും ബലൂണിനുണ്ടാകുന്ന മാറ്റമാണ് എഴുതാനായിട്ട് പറയുന്നത്. അപ്പോൾ പിസ്റ്റൺ അമർത്തുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ എന്താ ചെയ്യുക? ഈ ഒരു പിസ്റ്റൺ ഇങ്ങോട്ട് അമർത്തുകയല്ലേ ചെയ്യുക? അതുപോലെ പിസ്റ്റൺ അമർത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിസ്റ്റൺ അമർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ എന്താ ചെയ്യുക? ഈ ഭാഗത്തുള്ള പ്രഷർ കൂടും, അല്ലേ? പ്രഷർ കൂടുമ്പോൾ ഇവിടെ തന്നെ വോളിയം, ഈ ബലൂണിൻ്റെ വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമ്മളിവിടെ പ്രഷർ കൊടുത്ത് ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു പിസ്റ്റണിലേക്ക് നമ്മൾ പ്രഷർ കൊടുക്കുകയാണ്. പ്രഷർ കൊടുത്തിട്ട് അമർത്തുക എന്ന് പറയുമ്പോൾ പ്രഷർ കൊടുക്കുക എന്നാണ് അർത്ഥം. പ്രഷർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മർദ്ദം, ഇതിനുള്ളിലുള്ള പ്രഷർ ഇൻക്രീസ് ആവും. അതേസമയം ഈ ബലൂണിൻ്റെ സൈസ് കുറയുകയും ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി ഈ സെയിം പിസ്റ്റൺ തന്നെ നമ്മൾ പിറകിലേക്ക് വലിക്കുകയാണ്. ഈ പിസ്റ്റൺ നമ്മൾ പുറകിലേക്ക് വലിക്കുകയാണെന്നിരിക്കട്ടെ. ഈ പിസ്റ്റൺ പിറകിലേക്ക് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഉള്ളിലുള്ള മർദ്ദം കുറയുമല്ലോ. ഇതിൻ്റെ ഉള്ളിലുള്ള മർദ്ദം കുറയും. ആ സമയം ഈ ബലൂൺ വലുതാവുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ നോക്കാം. പിസ്റ്റൺ അമർത്തുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടുത്തെ പ്രഷർ കൂടും, അല്ലേ? പ്രഷർ കൂടുകയാണ് ചെയ്യുക. അതേസമയം ബലൂണിൻ്റെ വ്യാപ്തം, ബലൂണിൻ്റെ വോളിയം കുറയുകയും ചെയ്യും. പിസ്റ്റൺ പിറകിലേക്ക് വലിക്കുമ്പോൾ ആ ഒരു സിറിഞ്ചിൻ്റെ ഉൾഭാഗത്ത് വോളിയം കൂടും, അല്ലേ? വോളിയം കൂടുമ്പോൾ ബലൂണിൻ്റെ ഉള്ളിലെ വോളിയം കൂടും, അല്ലേ? അതേസമയം അവിടെ പ്രഷർ എന്തായിരിക്കും ചെയ്യുക? പ്രഷർ കുറവുമായിരിക്കും. ഓക്കെ. ഇനി മറ്റൊരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ടേ. ഇതവിടെ നോക്കുക.
മറ്റൊരു എക്സ്പെരിമെൻറ്റിൽ സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന പിസ്റ്റനുള്ള സിലിണ്ടറിൽ ഒരു നിശ്ചിത മാസ് വാതകം എടുത്തിരിക്കുന്നത് ചിത്രീകരിക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, താപനിലയിൽ മാറ്റമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം താപനിലയിൽ മാറ്റമില്ല, എന്നിട്ട് ഇതിന്മേൽ പ്രയോഗിക്കുന്ന മർദ്ദം വർദ്ധിപ്പിച്ച് നോക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ആദ്യത്തെ പിക്ചർ ഇവിടെ നോക്കാം. ഈ പിക്ചറിൽ 10 ലിറ്റർ ആണ് ഇവിടെ എടുത്തിരിക്കുന്ന വാതകം എന്ന് പറയുന്നത് 10 ലിറ്റർ ആണ്. അതിലേക്ക് നമ്മളൊരു 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ 2 atm പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടീഷനിൽ 5 ലിറ്റർ ആണ് വോളിയം, 5 ലിറ്റർ വോളിയം. അതിലേക്ക് നമ്മൾ കൊടുത്ത പ്രഷർ എന്ന് പറയുന്നത് 4 atm ആണ്. ഇനി തേർഡ് പിക്ചറിൽ 2 ലിറ്റർ വാതകമാണ്, അതിലേക്ക് 10 atm പ്രഷറാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ വോളിയം എന്താ ചെയ്തിരിക്കുന്നത്, വോളിയം കുറഞ്ഞു വരികയാണ് ചെയ്തത് അല്ലേ. പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് വോളിയം കുറഞ്ഞു. പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പക്ഷേ പ്രഷറും വോളിയവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് സംഖ്യയുമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞു. ഇതാണ് പോയിൽസ് നിയമം. ക്ലിയർ ആയോ? അപ്പോൾ നോക്കാം. ഓരോ സന്ദർഭത്തിലും പ്രയോഗിക്കുന്ന മർദ്ദം കൂടുമ്പോൾ വ്യാപ്തത്തിന് ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? വ്യാപ്തം ഇവിടെ കുറയുകയാണ് ചെയ്തത്. വ്യാപ്തം എന്നാൽ വോളിയം. പ്രഷർ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് വോളിയം എന്താ ചെയ്തത്? കുറഞ്ഞു വരികയാണ് ചെയ്തത്. ക്ലിയർ ആയോ? അപ്പോൾ വാതകങ്ങളുടെ ഈ ഒരു റിലേഷൻ, പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയാണ് റോബർട്ട് ബോയിൽ. എന്താണ് അദ്ദേഹം കണ്ടെത്തിയത്? മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു എന്നൊരു ബന്ധം കണ്ടെത്തിയത് 1662 ഓക്കെ. റോബർട്ട് ബോയിൽ എന്ന ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് ഈ ഒരു റിലേഷൻ കണ്ടെത്തിയത്. ഇതിനെ ബോയിൽസ് നിയമം എന്ന് വിളിക്കുന്നു. വാതകങ്ങളുടെ വ്യാപ്തം മർദ്ദം തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരിക. താപനില സ്ഥിരമായിരിക്കുമ്പോൾ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പാവം ബോയിൽ കണ്ടെത്തിയത്. പാവം ബോയിൽ എന്താണ് കണ്ടെത്തിയത്? പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ് പാവം ബോയിൽ കണ്ടെത്തിയത്. അപ്പോൾ പാവം ബോയിൽ എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. എന്താ അദ്ദേഹം കണ്ടെത്തിയത്? പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ. എന്ത് റിലേഷനാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, വിപരീത അനുപാതത്തിലാണ് എന്നാണ് ആര് കണ്ടെത്തിയത്? നമ്മുടെ റോബർട്ട് ബോയിൽ കണ്ടെത്തിയത്. വോളിയം പ്രൊപ്പോർഷണൽ ടു 1/p എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും അല്ലേ. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായി? v ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/p എന്നായി. ഇനി പി എയും വി എയും ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മറു സൈഡിൽ ഈ കെ എന്നൊരു വാല്യൂ മാത്രമേ ഉള്ളൂ. ആ കെ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കെയുടെ വില വാതകത്തെയും അതിൻ്റെ മാസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയോ? പാവം ബോയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ. പാവം ബോയിൽ എന്താ കണ്ടെത്തിയത്? ഈ പാവം എന്ന് പറയുന്നത് എന്താ? പിയും വിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ചാൾസ് നിയമം നമ്മൾ പഠിക്കും, അതുപോലെ അവഗാട്രോ നിയമം പഠിക്കും. അപ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവാതിരിക്കാൻ പാവം ബോയിൽ എന്ന് എപ്പോഴും മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എന്താണ്? പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ് നമ്മുടെ പാവം ബോയിൽ കണ്ടെത്തിയത്. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണ്? പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന രീതിയിൽ പഠിച്ചു വയ്ക്കാം. ഇനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ P1 V1 ഈക്വൽ ടു P2 V2 എന്നുള്ളൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദം P1 ആയിരിക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തം V1 എന്നെടുക്കും. പിന്നെ രണ്ടാമത് ഒരു കണ്ടീഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ഒരു വാതകത്തിൻ്റെ മർദ്ദം P2 ആയിട്ട് എടുക്കുക, അതിൻ്റെ വ്യാപ്തം V2 ആയിട്ടും എടുത്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. ഇനി ഇവിടെ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. 4.8 ആണ്. നോക്കുക. ബോയിൽ നിയമം പൂർണ്ണമായും ബോധ്യപ്പെടുന്നതിന് ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം ഗ്രാഫിലൂടെ തന്നിരിക്കുന്നു. ഒരു നിശ്ചിത താപനിലയിൽ നിശ്ചിത മാസ് വാതകത്തിന് പി വി ഒരു സ്ഥിരസംഖ്യയാണ് എന്നീ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. നോക്കുക, ഇവിടെ എക്സ് ആക്സിസിൽ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? പ്രഷർ തന്നിട്ടുണ്ട്. വൈ ആക്സിസിൽ വോളിയവും തന്നിട്ടുണ്ട്. നോക്കട്ടോ, ഒരു എ ടി എം പ്രഷർ ആയിരുന്നപ്പോൾ
ആ ഒരു വാതകത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് 80 ലിറ്റർ ആയിരുന്നു. പ്രഷർ കൂട്ടി 2 ആക്കി കൊടുത്തു. 2 ATM ആയപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 40 ആയി. 3 ATM ആവുമ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് വരും അല്ലേ. 4 ATM ആവുമ്പോൾ 20. ആ രീതിയിലാണ് കുറഞ്ഞിരിക്കുന്നത്. പിയും വിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് സംഖ്യയാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ പി എന്ന് പറയുന്നത് എന്താണ്? 1 ATM ആണ്. അവിടുത്തെ വി എന്ന് പറയുന്നത് എത്രയാണ്? നോക്കൂ, ഗ്രാഫിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടും 80 ATM എന്ന് കിട്ടും അല്ലേ, 80 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പിയും വിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 80 എന്ന് കിട്ടിയേ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ P2 എന്ന് പറയുന്നത് 2 ATM ആണ് അല്ലേ. അപ്പോൾ V2 എന്ന് പറയുന്നത് 40 ആണ്. ഇതൊക്കെ ഗ്രാഫിൽ നോക്കി എഴുതുന്നതാണ് കേട്ടോ, 40 ആണ്. അപ്പോൾ ഇവിടുത്തെ PV എന്ന് പറയുന്നത് എന്താണ്? 40 × 2 80 ആണ്. വീണ്ടും 80 കിട്ടി, കണ്ടല്ലോ. അപ്പോൾ P1 V1 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും P2 V2 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും നമുക്ക് 80 തന്നെയാണ് കിട്ടിയത്. പ്രഷർ കൂടിയപ്പോൾ വോളിയം ഇവിടെ കുറയുകയാണ് ചെയ്തത്. PV എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും മനസ്സിലാവും. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ എന്താ തന്നേക്കുന്നത്? ബോയിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സന്ദർഭങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാലാവസ്ഥാ ബലൂണുകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും അതിൻ്റെ വലിപ്പം കൂടുന്നു. ഇതൊക്കെ PYQs ആണ് കേട്ടോ. അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന കുമിളകൾ ജല ഉപരിതലത്തിലെത്തുമ്പോൾ വലിപ്പം കൂടുന്നു. ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബോയിൽസ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ബോയിൽസ് നിയമവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. കാലാവസ്ഥാ ബലൂണുകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും അതിൻ്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, സമുദ്രനിരപ്പിൽ എന്താണ്? പ്രഷർ കൂടുതലാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടുതലായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ വോളിയം കുറവായിരിക്കും. ബലൂണ് ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ബലൂൺ ഉയരങ്ങളിലേക്ക് പോകും തോറും അതിൻ്റെ വലിപ്പം കൂടും എന്നാണ് പറയുന്നത്. ഉയരങ്ങളിലേക്ക് പോകും തോറും അവിടെ പ്രഷർ കുറയുകയാണ്. അപ്പോൾ ബലൂണിനുള്ളിലെ വ്യാപ്തം എന്ത് ചെയ്യും? കൂടും. ഇത് തന്നെയാണ് ബോയിൽസ് നിയമം എന്ന് പറയുന്നത്. ഇനി അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന കുമിളകൾ ജല ഉപരിതലത്തിലെത്തുമ്പോൾ വലിപ്പം കൂടുന്നു. എന്താണ്? അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ പ്രഷർ കൂടുതലാണ്. അവിടെ കുമിളകൾക്ക് വലിപ്പം കുറവായിരിക്കും. ബബിളിൻ്റെ സൈസ് കുറവായിരിക്കും. ഇനി ഈ കുമിളകൾ അക്വേറിയത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ പ്രഷർ കുറവായിരിക്കും. ആ സമയത്ത് ഈ ബബിൾസിൻ്റെ വോളിയം കൂടി വരും. ക്ലിയർ അല്ലേ? ഇനി ഇതവിടെ ഈ പ്രോബ്ലം ഉണ്ട്. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം 1 ATM മർദ്ദത്തിൽ 44 ലിറ്റർ ആണ്. മർദ്ദം 4 ATM ആയി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്രയായിരിക്കും? ചെയ്യാമല്ലോ. നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബോയിൽസ് നിയമം ഏതാണ്? ബോയിൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത് P1 V1 = P2 V2 എന്ന ഇക്വേഷനാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് P1 എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1 ATM ആണ്. V1 എന്ന് പറയുന്നത് 44 ലിറ്റർ ആണ്. ഓക്കെ, ഇനി P2 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 4 ATM ആണ്. കണ്ടെത്തേണ്ടത് എന്താ? V2 ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ V2നെ മാത്രം നമുക്കൊരു സൈഡിൽ നിർത്താം. ഒന്ന് സൂം ചെയ്തോട്ടെ. അപ്പോൾ V2നെ മാത്രം നമ്മളൊരു സൈഡിൽ നിർത്തി V2 = P1 V1 / P2 എന്ന് ചെയ്യാമല്ലോ. ഈ രീതിയിൽ ഇക്വേഷൻ വരും. അപ്പോൾ P1ഉം V1ഉം നമുക്കറിയാം. P1 എത്രയായിരുന്നു? P1 എന്ന് പറയുന്നത് 1 ആണ്. V1 എന്ന് പറയുന്നത് 44 ആണ്. അപ്പോൾ 1 × 44 44 ആണ്. P2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ വോളിയം നമുക്ക് എത്ര കിട്ടി? 11 ലിറ്റർ എന്ന് കിട്ടി. ഓക്കെ, L ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം കേട്ടോ. 11 ലിറ്റർ എന്നാണ് V2 കിട്ടിയത്. മനസ്സിലായല്ലോ? ഈസിയാണ്. ഇനി നെക്സ്റ്റ് ഭാഗം. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം 1 ATM മർദ്ദത്തിൽ 1200 ലിറ്റർ ആണ്. അപ്പോൾ V1 എന്ന് പറയുന്നത് 1200 ലിറ്റർ ആണ്. P1 എന്ന് പറയുന്നത് 1 ATM ആണ്. ഓക്കെ, P1ഉം V1ഉം കിട്ടി. ഈ വാതകത്തിൻ്റെ വ്യാപ്തം 30 ലിറ്റർ ആക്കി മാറ്റാൻ, അതായത് V2 30 ലിറ്റർ ആക്കി മാറ്റാൻ എത്ര P2 എത്ര മർദ്ദം പ്രയോഗിക്കണം എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ P2 ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ P2നെ മാത്രം നമുക്കൊരു സൈഡിലേക്ക് നിർത്തിയിട്ട് ഈ ഇക്വേഷനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റി എഴുതാം അല്ലേ. P1 V1 / V2 എന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P1 1 ആണ് അല്ലേ. 1 × V1 എന്ന് പറയുന്നത് 1200 ആണ്. V2 എന്ന് പറയുന്നത് 30 ലിറ്റർ ആണ്. ആണല്ലോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 40 ലിറ്റർ എന്ന് കിട്ടും അല്ലേ. 40 ATM എന്ന് കിട്ടും. പ്രഷർ അല്ലേ നമുക്ക് കാണണ്ടേ. 40 ATM എന്ന് ആൻസർ ലഭിക്കും. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? അപ്പോൾ ഇതാണ് ബോയിൽസ് നിയമം. ബോയിൽസ് നിയമം ക്ലിയർ ആയോ?
ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ബോയിൽസ് നിയമം നമ്മൾ പഠിച്ചത് പാവം ബോയിൽ എന്നാണ് അല്ലേ? പാവം ബോയിൽ. ബോയിൽ ഒരു പാവത്താനാണ്. അപ്പോൾ എന്താ ഇവിടെ പഠിച്ചു വന്നത് എന്താണ്? പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും എന്നുള്ളതാണ്. താപനില സ്ഥിരമായിരിക്കും എന്ന പോയിന്റ് പ്രത്യേകം ഓർക്കുക. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഓക്കെ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന പോയിന്റാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി ഈ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ഒന്നുകൂടി നോക്കുക. പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് കിട്ടി. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. താപനില മാസ് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ്. താപനിലയും തന്മാത്രകളുടെ എണ്ണവും ഇവിടെ സ്ഥിരമാണ് എന്ന പോയിന്റ് പ്രത്യേകം ഓർക്കുക. ആ സമയത്താണ് വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത നിയമത്തിലോട്ട് പോവാം. അടുത്തത് ചാൾസ് ലോ ആണ് കേട്ടോ. ചാൾസ് ലോ. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ചാൾസ് നിയമത്തിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഒത്തിരി കോഡ് പറഞ്ഞു. ചാൾസിന്റെ എന്താണ്? ചാൾസിന്റെ ടി വി എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് ചാൾസ് നിയമത്തിൽ പറയുന്നത്. അപ്പൊ ആദ്യം നമുക്കൊരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്. ആ എക്സ്പെരിമെന്റ് ഒന്ന് നോക്കാം. ഒരു ഗ്ലാസ് കുപ്പി എടുക്കുകയാണ്. ആ കുപ്പിയുടെ മൂടിയിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി ഒഴിഞ്ഞ ഒരു റീഫില്ലർ, അതായത് മഷിയൊന്നും ഇല്ലാത്ത ഒരു റീഫില്ലർ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടല്ലോ, ഒരു ഒഴിഞ്ഞ ഒരു കുപ്പി എടുക്കുന്നു. അതിന്റെ ആ ഒരു മൂടിയിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കിയിട്ട് ഒരു ഒഴിഞ്ഞ റീഫില്ലർ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. അതിനുശേഷം ഈ റീഫില്ലറിലേക്ക് എന്ത് ചെയ്തു? ഒരു തുള്ളി മഷി ഇങ്ങനെ ഒഴിച്ചു. കണ്ടോ, അത് ഇവിടെ ഒരു തുള്ളി മഷി ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ മഷി ഒഴിച്ചു ശേഷം നമ്മളോട് എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? അതിനുള്ളിലേക്ക് ഊതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കണ്ടോ, റീഫില്ലറിലേക്ക് ഒരു തുള്ളി മഷി ഒഴിച്ചതിന് ശേഷം ഊതി മഷിയെ റീഫില്ലറിന്റെ നടുഭാഗത്തേക്ക് എത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു മഷി ഊതിയിട്ട് നമ്മളോട് ഈ ഒരു റീഫില്ലറിന്റെ നടുഭാഗത്തേക്ക് എത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുപ്പി പിന്നീട് ഇരു കൈകൾ കൊണ്ടും ചിത്രത്തിൽ കാണുന്നത് പോലെ പൊതിഞ്ഞു പിടിക്കുക. എന്താണ് അവിടെ നിരീക്ഷിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എന്തായിരിക്കും അവിടെ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാല്, നമ്മൾ ഈ കൈ കൊണ്ട് ആ കുപ്പിയെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുമ്പോഴേ നമ്മുടെ കയ്യിലെ ചൂട് കൂടി ആ ഒരു കുപ്പിയുടെ ഉള്ളിലേക്ക് പകരുകയാണ് അല്ലെ? അതായത് അവിടെ താപനില ഉയരുകയാണ്. താപനില ഉയരുമ്പോൾ അവിടുത്തെ വാതകത്തിന്റെ വ്യാപ്തം കൂടും. അതായത് കുപ്പിയുടെ അടിഭാഗം മുതൽ റീഫില്ലറിന്റെ മഷിയുള്ള ഭാഗം വരെ ആയിരിക്കും എന്തുണ്ടാവുക? കുപ്പിയില് വായു ഉണ്ടായിരിക്കുന്നത് ഈ ഒരു റീഫില്ലറിന്റെ ഇങ്ക് ഫില്ല് ചെയ്ത ആ ഒരു ഭാഗം വരെ ആയിരിക്കും. അപ്പൊ കുപ്പിയുടെ താഴ്ഭാഗം മുതൽ റീഫില്ലറിന്റെ മഷിയുള്ള ഭാഗം വരെ എന്തുണ്ട്? ആ കുപ്പിയുടെ ഉള്ളിൽ വായു ഉണ്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ ആ വായുവിന്റെ താപനില കൂടുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ താപനില കൂടുമ്പോൾ താപനില കൂടുമ്പോൾ അതിനുള്ളിലുള്ള ആ മഷി മുകളിലേക്ക് ഉയർന്നു വരും. മനസ്സിലാവുന്നുണ്ടോ? മഷി മുകളിലേക്ക് ഉയരുന്നു. അപ്പൊ അതിനർത്ഥം എന്താണ്? അവിടെ താപനില കൂടിയപ്പോൾ അവിടുത്തെ വ്യാപ്തവും കൂടുന്നുണ്ട് എന്നുള്ളതാണ്. കുപ്പി, ഇനി ഈ സെയിം കുപ്പി തന്നെ നമ്മൾ ജലത്തിൽ കൊണ്ടുപോയി വെക്കുകയാണ്, അതായത് തണുപ്പിക്കുകയാണെന്ന് അർത്ഥം. അപ്പൊ അവിടെ താപനില കുറയുമല്ലോ. അപ്പൊ എന്താ സംഭവിക്കുക? അവിടുത്തെ വ്യാപ്തവും കുറയും. അപ്പോൾ ആ കുപ്പി തണുക്കുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തത്തിനും എന്ത് സംഭവിക്കും? വ്യാപ്തവും കുറയും. ഇത് നമുക്ക് മനസ്സിലാക്കാം. താപനില കൂടുമ്പോൾ, താപനില കൂടുന്ന സമയത്ത് അതിന്റെ വ്യാപ്തവും അവിടെ കൂടുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് ആ ഒരു വാതകത്തിന്റെ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള റിലേഷൻ ഇദ്ദേഹം കണ്ടെത്തിയത്. അതായത് റീഫില്ലറിലെ മഷി എന്ന് പറയുന്നത് സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു പിസ്റ്റൺ പോലെ പ്രവർത്തിക്കുന്നു. വാതകത്തിന്റെ താപനില കൂടുമ്പോൾ മഷി മുകളിലേക്ക് ഉയരുകയും അതുപോലെ താപനില കുറയുമ്പോൾ മഷി താഴുകയുമാണ് ചെയ്യുക. ആ ഒരു എക്സ്പെരിമെന്റ് റിസൾട്ട് അങ്ങനെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഈ എക്സ്പെരിമെന്റ് നോക്കാം. ഇവിടെ നോക്കാം കേട്ടോ. ഇതൊരു ഒഴിഞ്ഞ കുപ്പിയാണ്. ആ ഒരു കുപ്പിയിലേക്ക് അതിന്റെ മൂടിയിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ഒരു തുള്ളി മഷി ഇതിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്? ശക്തമായി ഊതിയിട്ട് ഈ ഒരു മഷി ഈ ഒരു ഉൾഭാഗത്തേക്ക് എത്തിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. റീഫില്ലറിന്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കുപ്പി 2 കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൈകളിലെ ചൂട് ഈ ഒരു കുപ്പിയുടെ ഉള്ളിലേക്ക് വരുമല്ലോ. സ്വാഭാവികമായിട്ടും കുപ്പിയുടെ ഉള്ളിലെ താപനില കൂടും. താപനില കൂടുമ്പോൾ ഈ ഒരു ഇതിനുള്ളിലുള്ള ഈ റീഫില്ലറിന്റെ ഉള്ളിലുള്ള മഷി മുകളിലേക്ക് ഇങ്ങനെ ഉയരും. അതായത് ആ മഷിയുടെ വ്യാപ്തം അവിടെ കൂടുകയാണ് ചെയ്യുന്നതെന്ന്.
ഓക്കെ. ഇനി മഷിയുടെ വ്യാപ്തം കൂടുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു വായുവിൻ്റെയും വ്യാപ്തം എന്താ ചെയ്തത്, കൂടുകയാണ് ചെയ്തത്. ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വ്യാപ്തം, ആ ഒരു വാതകത്തിന്റെ വ്യാപ്തം കൂടുകയാണ് ചെയ്തത്. ഇതേ കുപ്പി തന്നെ നമ്മൾ ജലത്തിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ കുറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മഷി എന്താ ചെയ്യുക, ഈ മുകളിലേക്ക് കയറിയിട്ടുള്ള മഷി ഉണ്ടല്ലോ, അത് തിരിച്ച് താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ എക്സ്പെരിമെന്റ് നിങ്ങൾ നോക്കണ്ട, അല്ല എക്സ്പെരിമെന്റ് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വാതകത്തിന്റെ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം, അതാണ് ഈ ഒരു ചാൾസ് നിയമത്തിൽ പറയുന്നത്. ഓക്കെ, അവിടെ മർദ്ദം എന്താണ്, സ്ഥിരമാണ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് ജാക്കോസ് ചാൾസിന്റെ ഈ ഒരു നിയമം. വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ഇദ്ദേഹം, ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ജാക്കോസ് ചാൾസ് കൊണ്ടുവന്നിട്ടുള്ള നിയമം. അതിനെയാണ് നമ്മൾ ചാൾസ് നിയമം എന്ന് പേരിട്ട് വിളിക്കുന്നത്. നോക്കാം, നമ്മൾ പറഞ്ഞ കാര്യമാണ്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ജാക്വസ് അലക്സാൻഡ്രെ സീസർ ചാൾസ്, അത്രയൊന്നും പഠിച്ചില്ലെങ്കിലും ചാൾസ് എന്ന് പേര് പഠിച്ചു വയ്ക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ്, താപനിലയ്ക്ക് അനുസരിച്ച് വാതകത്തിന്റെ വ്യാപ്തത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പഠനം നടത്തിയത്. എന്നിട്ട് പറയുകയാണ്, സ്ഥിരമർദ്ദത്തിൽ മർദ്ദം സ്ഥിരമായിരിക്കും, പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ സ്ഥിരമർദ്ദത്തിൽ വാതകങ്ങളുടെ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം അദ്ദേഹം ചിത്രീകരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് ഒരു ഗ്രാഫ് ഉണ്ട് ഇവിടെ അല്ലേ. അപ്പൊ ഈ ഒരു ഗ്രാഫ് കണ്ടോ നിങ്ങൾ, ടെമ്പറേച്ചർ എക്സ് ആക്സിസിലെ ടെമ്പറേച്ചർ ആണ്, വൈ ആക്സിസിലെ വോളിയം ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കൂ, സ്ഥിരമർദ്ദത്തിൽ വാതകങ്ങളുടെ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം ചിത്രീകരിച്ച ഗ്രാഫ് പിന്നിലേക്ക് നീട്ടിയാൽ, കണ്ടോ, ഈ ഒരു ഗ്രാഫ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഈ ഒരു ഗ്രാഫ് നമ്മൾ പിന്നിലേക്ക് നീട്ടിയാൽ താപനില അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു എക്സ് ആക്സിസിൽ കണ്ടോ, ഇവിടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് 273 മൈനസ് 273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നോക്കുക, ഈ ചിത്രീകരിച്ചിരിക്കുന്ന ഗ്രാഫ് പിന്നിലേക്ക് നീട്ടിയാൽ താപനില അടയാളപ്പെടുത്തിയ അക്ഷം, അതായത് എക്സ് അക്ഷം ടെമ്പറേച്ചർ ആക്സിസ് മൈനസ് 273.15 ഡിഗ്രി സെൽഷ്യസിൽ സന്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് മൈനസ് 273.15 ഡിഗ്രി സെൽഷ്യസിൽ വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മൈനസ് 273.15 ഡിഗ്രി സെൽഷ്യസിൽ വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ മർദ്ദം വ്യത്യാസപ്പെടുത്തി നോക്കിയാലും ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ടോ, ഈ ഒരു ഗ്രാഫിൽ മർദ്ദം P1 P2 P3 എന്ന് പറയുന്ന വ്യത്യസ്തമായ മർദ്ദങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അവയെല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ എപ്പോഴും സന്ധിക്കുന്നത് ഈ ഒരു മൈനസ് 273.15 ഡിഗ്രി സെൽഷ്യസിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഒരു വാതകത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന താപനിലയാണ് മൈനസ് 273.15 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇതിനെയാണ് അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ കേവല പൂജ്യം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഈ പേര് നൽകിയത് ആരാണ്, ലോർഡ് കെൽവിൻ ആണ് മൈനസ് 273.15 ഡിഗ്രി സെൽഷ്യസിന് അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ കേവല പൂജ്യം എന്ന പേര് നൽകിയത്. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ മൈനസ് 273.15 എന്നതിന് പകരം മൈനസ് 273 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിലാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ, നമ്മൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചറിന്റെ കൂടെ 273 ആഡ് ചെയ്താൽ മതി എന്നൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ മൈനസ് 273 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ കേവലം പൂജ്യമായിട്ട് അല്ലെങ്കിൽ കേവല പൂജ്യത്തിന്റെ വാല്യൂ ആയിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് ഉപയോഗിച്ച് അദ്ദേഹം താപനില അളക്കാനുള്ള കെൽവിൻ സ്കെയിലൊക്കെ ആവിഷ്കരിക്കുകയും ചെയ്തു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ ഒരു ബോക്സ് നോക്കാം. ഈ ഒരു ബോക്സിൽ കെൽവിൻ സ്കെയിലിലുള്ള വാല്യൂ തന്നിട്ടുണ്ട്. ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുണ്ട്, പിന്നെ വ്യാപ്തവും തന്നിട്ടുണ്ട്. നോക്കാട്ടോ, ഈ ഒരു ബോക്സ് നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. കേവല പൂജ്യം എന്ന് പറയുന്നത് എന്താണ്, 0 കെൽവിൻ ആണ്. 0 കെൽവിനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുകയാണെങ്കിൽ മൈനസ് 273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ആ ഒരു സമയത്ത് ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 ആയിരിക്കും. മൈനസ് 273.15 ഡിഗ്രി സെൽഷ്യസിൽ ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം 0 ആയിട്ട് മാറുന്നു.
ഇനി അടുത്തത് ജലത്തിന്റെ ദ്രവനില. ജലത്തിന്റെ ദ്രവനില 0 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റിംഗ് പോയിന്റ് ആണ് പറയുന്നത് കേട്ടോ. മെൽറ്റിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അത് 273 കെൽവിൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കണ്ടവർക്ക് അറിയാലോ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അത് എത്ര കെൽവിൻ ആണ് എന്ന് നമ്മൾ പഠിച്ചു. എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 0യുടെ കൂടെ എന്ത് ചെയ്താൽ മതി? 273 ആഡ് ചെയ്താൽ മതി. 273 കെൽവിൻ ആണ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുന്ന സമയത്ത് ജലത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 115 ലിറ്റർ 115 ലിറ്റർ ആണ്. ഇനി ജലത്തിന്റെ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 373 കെൽവിൻ ആണ്. ആ സമയത്ത് അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 150 ലിറ്റർ ആയിരിക്കും. 150 ലിറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ബോക്സ് നമുക്ക് എന്താണ്? ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ അറിയുമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കേവല 0 എന്ന് പറയുമ്പോൾ ഇതാണ് -273 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ആ സമയത്ത് ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം നമുക്ക്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്കൊന്ന് ഇക്വേഷൻ രൂപത്തിലേക്ക് കൊണ്ടുവരാം. നമ്മൾ പറഞ്ഞത് എന്താണ്? ചാൾസ് ലോ അനുസരിച്ച് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഏതാണ് കോൺസ്റ്റന്റ്? പ്രഷർ ആണ് കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതാണ് ചാൾസ് നിയമം. നമുക്ക് എങ്ങനെ എഴുതാം? V പ്രൊപ്പോർഷണൽ ടു T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷറും അതുപോലെ മാസും എന്താണ്? സ്ഥിരമാണ്. ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ V ഈക്വൽ ടു KT എന്ന് എഴുതാം. K എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. K ഒരു സൈഡിലേക്ക് നിർത്തിയാൽ V ബൈ T ഈക്വൽ ടു K എന്ന് എഴുതാം. K എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ? ഇനി നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് V1 by T1 ഈക്വൽ ടു V2 by T2 എന്നുള്ള ഈ ഒരു ഇക്വേഷൻ ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് വരാം. 27 ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 150 ലിറ്റർ ആണ്. ആണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ വ്യാപ്തം എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ അത് നമുക്ക് T1 തന്നിട്ടുണ്ട്. T1 എത്രയാ? 27 ഡിഗ്രി സെൽഷ്യസ് ആണ് T1. ഇനി അതിന്റെ വ്യാപ്തം V1 തന്നിട്ടുണ്ട്, 150 ആണ്. പിന്നെ 0 ഡിഗ്രി സെൽഷ്യസ് T2 തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് V2 എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? 136.5 ലിറ്റർ എന്ന് ആൻസർ കിട്ടും. ഈസി അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയാലോ. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം കേട്ടോ. 300 കെൽവിൻ താപനിലയിൽ ഒരു നിശ്ചിത മാസ് ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം 60 ml ആണ്. അപ്പൊ നോക്കാം, T1 എന്ന് പറയുന്നത് 300 കെൽവിൻ ആണ്. അതുപോലെ V1 എന്ന് പറയുന്നത് 60 ml ആണ്. ഏത് താപനിലയിലാണ് ഈ വാതകത്തിന്റെ വ്യാപ്തം 20 ml ആയി മാറുന്നത്? നമുക്ക് V2 തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? T2 ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. T2 കണ്ടെത്തണം. അപ്പൊ എങ്ങനെ കണ്ടെത്തും? നമുക്ക് മുകളിലേക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ചെയ്യാം. ഓക്കെ, നമുക്ക് തന്ന വാല്യൂസ് ഒക്കെ ഒന്നുകൂടി എഴുതാം കേട്ടോ. T1 എന്ന് പറയുന്നത് 300 ആണ്. T1 300 കെൽവിൻ ആണ്. അതുപോലെ V1 60 ml അല്ലായിരുന്നോ? 60 ml ആണ്. ഇനി T2 നമുക്ക് തന്നിട്ടില്ല. T2 നമുക്ക് കണ്ടുപിടിക്കണം. V2 തന്നിട്ടുണ്ട്. V2 എത്രയായിരുന്നു? 20 ml ആവാൻ എത്രയാണ് ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചത്. എത്ര ടെമ്പറേച്ചർ വേണമെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇനി നോക്കൂ, നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? V1 by T1 ഈക്വൽ ടു V2 by T2 എന്നാണ് കേട്ടോ. ഇനി ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, V1 by T1 ഈക്വൽ ടു V2 by T2 എന്നാണ്. അപ്പോൾ V1 എത്രയാണ്? 60 ആണ് അല്ലേ? 60 ആണ്. 60 ഡിവൈഡഡ് ബൈ T1 എന്ന് പറയുന്നത് 20 ആണ്. V2 എത്രയാണ്? V2 300 ആണ്. 300 ഡിവൈഡഡ് ബൈ T2ന്റെ വാല്യൂ നമുക്ക് അറിയില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് തമ്മിലിവിടെ 3 എന്ന് നമുക്ക് ആൻസർ കിട്ടുമല്ലോ. അപ്പോൾ T2 ഈക്വൽ ടു 300 by 3. 300 by 3 എന്നാണ്. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? T2 ഈക്വൽ ടു 100 കെൽവിൻ എന്ന് വരും അല്ലേ? 100 കെൽവിൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഇന്നെന്തോ നമ്മുടെ പെന്നിനൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ T2 നമുക്ക് എത്ര കിട്ടും? 100 കെൽവിൻ ആയിട്ട് കിട്ടും. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ രണ്ട്
ഗ്രാഫുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ്? സ്ഥിരമർദ്ദം. മർദ്ദം സ്ഥിരമാണ്. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ ഇത് ഏത് നിയമവുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രാഫാണ്? ചാൾസ് നിയമമാണ് അല്ലേ? നോക്കിയേ, വി ടി ഗ്രാഫ് ഒരു ആക്സിസിൽ എക്സ് ആക്സിസിലെ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ വോളിയവും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? വി കൂടുന്നതിനനുസരിച്ച് ടിയും കൂടും. അതായത് വിയും ടിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വി ടി ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രാഫിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഐസോബാർ എന്ന് വിളിക്കാം കേട്ടോ. ഐസോബാർ. ചാൾസ് നിയമത്തിൽ പി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ചാൾസിന്റെ ഈ ഒരു ഗ്രാഫിനെ നമുക്ക് ഐസോബാർ എന്ന് വിളിക്കാം. ഐസോബാർ ആണ്. ഇനി നോക്കിയേ, വി ബൈ ടി തന്നിട്ടുള്ള ഒരു ഗ്രാഫ്. വൈ ആക്സിസിൽ വി ബൈ ടി ആണ്, എക്സ് ആക്സിസിൽ ടി ആണ്. നമുക്കിവിടെ എന്ത് കിട്ടി? ഇത് കണ്ടോ, അവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം ഈ ഒരു ഫസ്റ്റ് ഗ്രാഫിൽ എന്താണ്? താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് എന്താണ്? താപനിലയും വ്യാപ്തവും എന്താണ്? നേർ അനുപാതത്തിലാണ്. ഈ ഗ്രാഫ് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ നിയമം എന്താണെന്ന് നമുക്കറിയാം. ചാൾസ് നിയമം എന്ന് പറയുമ്പോൾ എന്താ? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലാണ് എന്നുള്ളതാണ്. ഇനി വി ബൈ ടി എന്താണ്? വി ബൈ ടി എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഗ്രാഫ് ഈ രീതിയിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? വി ബൈ ടി ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ചാൾസ് നിയമം നിത്യജീവിതത്തിൽ പ്രായോഗികമാകുന്ന സന്ദർഭങ്ങൾ. ഇതാണ് നമുക്ക് PSC മുൻപ് ചോദിച്ചിട്ടുള്ളത് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന്. പിന്നെ നോക്കിയേ, വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ വായു നിറയ്ക്കുന്നു. വേനൽക്കാലത്ത് നമ്മളുടെ വാഹനങ്ങളിലൊക്കെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ എന്ത് ചെയ്യും? വായു നിറയ്ക്കുന്നത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ വീർപ്പിച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകുന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. അത് ചാൾസ് നിയമമാണ്. എന്ന് വെച്ചാൽ വെയിലത്ത് കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താ? താപനില കൂടുകയാണ്. അപ്പോൾ ആ ബലൂണിനുള്ള വാതകത്തിൻ്റെ വോളിയവും കൂടുന്നു. അങ്ങനെ ബലൂൺ പൊട്ടിപ്പോകുന്നു. പിന്നെ അതുപോലെ ദ്രാവകാവസ്ഥയിൽ നിന്ന് വേഗത്തിൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന ഒരു രാസവസ്തുവാണ് ദ്രാവക അമോണിയ. ഈ ദ്രാവക അമോണിയ എന്ന് പറയുന്നത് പ്രഷർ പ്രയോഗിച്ചിട്ടാണ് അല്ലേ? പ്രഷർ പ്രയോഗിച്ചിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? വാതകമാക്കി മാറ്റുന്നത്. ദ്രാവകാവസ്ഥയിൽ നിന്ന് വേഗത്തിൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന ഒരു രാസവസ്തുവാണ് ദ്രാവക അമോണിയ എന്ന് പറയുന്നത്. അതായത് മർദ്ദം പ്രയോഗിച്ചിട്ട് ഈ അമോണിയയെ ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഈ ദ്രാവകം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ അപ്പോൾ ഈ ദ്രാവകം പെട്ടെന്ന് എന്തായി മാറും? ഗ്യാസ് ആയിട്ട് മാറും. ഗ്യാസ് ആവുക എന്ന് പറയുമ്പോൾ അതിലെ എന്താണ് മോളിക്യൂൾസിന് ഭയങ്കര ചലന സ്വാതന്ത്ര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വോളിയം കൂടിയിട്ട് ഈ കുപ്പി പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദ്രാവക അമോണിയ തുറക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യും? അല്പസമയം തണുത്ത ജലത്തിൽ വെച്ചതിന് ശേഷമായിരിക്കും അത് തുറക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദ്രാവക അമോണിയ തുറക്കുന്നതിന് മുൻപ് അല്പസമയം തണുത്ത ജലത്തിൽ വെച്ചതിന് ശേഷമാണ് അതിൻ്റെ കുപ്പികളൊക്കെ തുറക്കുന്നത്. ഓക്കെയാണ്. അപ്പോൾ ഇതാണ് ചാൾസ് നിയമം. അപ്പോൾ നമ്മൾ പറഞ്ഞു പാവം ബോയിലും അതുപോലെ ചാൾസിൻ്റെ TVയും ആണ് നമ്മൾ പഠിച്ചത്. ബോയിൽസ് നിയമം എന്ന് പറയുമ്പോൾ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനെയാണ് കാണിക്കുന്നത് അല്ലേ? അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് നമ്മൾ പഠിച്ചത്. പ്രഷറും വോളിയവും. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതമായിരിക്കുമെന്നാണ് നമ്മൾ ബോയിൽസ് ലോയിൽ പഠിച്ചത്. വോളിയം പ്രൊപ്പോർഷണൽ ടു 1/P അല്ലെങ്കിൽ വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് നമുക്ക് പറയാം. അതുപോലെ ചാൾസിന്റെ എന്താ പറഞ്ഞത്? ചാൾസിന്റെ TV എന്നാണ് നമ്മൾ പഠിച്ചത്. അവിടെ എന്താണ്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ആ സമയത്ത് ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി അടുത്തൊരു നിയമത്തിലേക്ക് നമ്മൾ വരികയാണ്. അതാണ് അവഗാട്രോ ലോ. അവഗാട്രോ നിയമം നോക്കിയാലോ. അപ്പോൾ അവഗാട്രോ നിയമം എന്ന് പറയുമ്പോൾ വാതകങ്ങളിലെ കണികകളുടെ എണ്ണവും അതിന്റെ വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് അവഗാട്രോ നിയമത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ്? വാതകങ്ങളിലെ കണികകളുടെ എണ്ണവും അതിന്റെ വ്യാപ്തവും തമ്മിലുള്ള നിയമമാണ് അവഗാട്രോ നിയമം. അപ്പോൾ നിങ്ങൾ പഠിക്കുക, അവഗാട്രോ വീണു എന്ന് പഠിക്കുക കേട്ടോ. അവഗാട്രോ വീണു എന്ന് പറയുമ്പോൾ അവഗാട്രോ നിയമത്തിൽ വോളിയവും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത്. നോക്കാം. സ്ഥിര താപനില, ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കുക എന്തൊക്കെയാണ്? സ്ഥിര താപനില, മർദ്ദം. സ്ഥിര താപനിലയിലും മർദ്ദത്തിലും ഏതൊക്കെയാണ് കോൺസ്റ്റന്റ്? ടെമ്പറേച്ചറും കോൺസ്റ്റന്റ്, അതുപോലെ തന്നെ പ്രഷറും കോൺസ്റ്റന്റ്. ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പഠിക്കുന്നത്? വോളിയവും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷനാണ് പഠിക്കുന്നത്. ഓർത്ത് വെച്ചേക്കുക, പാവം ബോയിൽ. അവിടെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ് പഠിച്ചത്. ചാൾസിന്റെ TV ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ് ചാൾസ് നിയമത്തിൽ പഠിച്ചത്. അവഗാട്രോ നിയമത്തിൽ വോളിയവും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷനാണ് പഠിക്കുന്നത്.
ഇനി സ്ഥിര താപനിലയിലും മർദ്ദത്തിലും തുല്യ വ്യാപ്തത്തിൽ എടുത്തിരിക്കുന്ന ഏതൊരു വാതകത്തിലെയും തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിട്ടുള്ള മോളുകളുടെ എണ്ണത്തിന് ആനുപാതികമാണ് എന്നുള്ളതാണ് ഈ ഒരു നിയമം. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നത് തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നത് അവഗാഡ്രോ നിയമത്തിന്റെ ഒരു ഡെഫിനിഷൻ. ഇനി മറ്റൊരു ഡെഫിനിഷൻ നോക്കുക. സ്ഥിര താപനിലയും മർദ്ദത്തിലും തുല്യ വ്യാപ്തത്തിൽ എടുത്തിരിക്കുന്ന ഏതൊരു വാതകത്തിലെയും തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. അഥവാ നിശ്ചിത താപനിലയിലും മർദ്ദത്തിലും തുല്യ എണ്ണം വാതക തന്മാത്രകൾ എടുത്താൽ അവയുടെ വ്യാപ്തം തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. അതായത് V പ്രൊപ്പോർഷണൽ ടു N ആണ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു N എന്ന് എഴുതുമ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ V/N = K എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിത്യജീവിതത്തിൽ അവഗാഡ്രോ നിയമം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ബലൂൺ ഊതി വീർപ്പിക്കുന്നു, ഫുട്ബോളിൽ വായു നിറയ്ക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു അവഗാഡ്രോ നിയമത്തിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സംയോജിത വാതക സമവാക്യം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സംയോജിത വാതക സമവാക്യം അല്ലെങ്കിൽ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. നമ്മൾ ബോയിൽസ് നിയമം പഠിച്ചു, ചാൾസ് നിയമം പഠിച്ചു, അവഗാഡ്രോ നിയമം പഠിച്ചു. ഈ സംയോജിത വാതക സമവാക്യത്തിൽ ബോയിൽസ് നിയമവും ചാൾസ് നിയമവും കൂടി സംയോജിപ്പിച്ച് നമ്മൾ പുതിയൊരു ഇക്വേഷൻ ഫോം ചെയ്യുകയാണ്. ബോയിൽസ് നിയമം അനുസരിച്ച് V പ്രൊപ്പോർഷണൽ ടു 1/P ആണ് നമുക്കറിയാം അല്ലേ? പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അവിടെ മാസും താപനിലയും സ്ഥിരമാണ്. ഇനി ചാൾസ് നിയമത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും എന്താണ്? വോളിയം തന്നെയാണ് അല്ലേ? രണ്ട് സൈഡിലും വോളിയം ആണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള രണ്ട് കാര്യങ്ങൾ പ്രഷറും ടെമ്പറേച്ചറും ഇതെല്ലാം കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ, രണ്ട് നിയമങ്ങളും കൂടി ഒരുമിച്ച് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ V പ്രൊപ്പോർഷണൽ ടു 1/P × T എന്ന് കിട്ടും അല്ലേ? അപ്പോൾ V = ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ V = K 1/P T എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ K മാത്രം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് VP ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ള P ഈക്വൽ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്തായി? ഇൻറ്റു ചെയ്യാനായി. അപ്പോൾ VP/T = K എന്ന് കിട്ടും, അല്ലെ PV/T = K എന്ന് കിട്ടും. ഇനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ ആ ഇക്വേഷൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. P1 V1/T1 = P2 V2/T2. ഇതാണ് സംയോജിത വാതക സമവാക്യം. ഏതൊക്കെ ഗ്യാസ് ലോസ് തമ്മിൽ മെർജ് ചെയ്തിട്ടാണ്? ബോയിൽസ് ലോയും ചാൾസ് ലോയും തമ്മിൽ മെർജ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സംയോജിത വാതക സമവാക്യം ഉണ്ടാക്കിയെടുത്തത്. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു സംയോജിത ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം നോക്കാം. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം 1 atm മർദ്ദം. അപ്പോൾ P1 നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 1 atm ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. P1 1 atm ആണ്. ഇനി നോക്കിയേ 300 കെൽവിൻ എന്നുള്ളത് T1 ആണ്. അതുപോലെ 30 ലിറ്റേഴ്സ് V1 തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നിരിക്കുന്നത്? 273 കെൽവിൻ T2 തന്നിട്ടുണ്ട്. അതുപോലെ 0.5 atm എന്താ ഇത്? P2 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ ഒരു വാതകത്തിന്റെ വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. V2 ആണ് കണ്ടെത്തേണ്ടത്. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു, ഡയറക്റ്റ് V2 കണ്ടെത്തുന്നു. കണ്ടല്ലോ, വോളിയമാണ്, അതുകൊണ്ട് ലിറ്ററിലേക്ക് വന്നു. ഇനി ഒരു പ്രോബ്ലം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഇതൊക്കെ ഡയറക്റ്റ് നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടെത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം നോക്കാം. നിങ്ങൾക്കുള്ള ഹോംവർക്കാണ് കേട്ടോ. പറയാം. 27 ഡിഗ്രി സെൽഷ്യസ്. 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? T1 തന്നിട്ടുണ്ട്. പിന്നെ 1 atm മർദ്ദം P1 തന്നിട്ടുണ്ട്. ഒരു വാതകത്തിന്റെ വ്യാപ്തം 100 ml ആണ്. V1 തന്നിട്ടുണ്ട്. അപ്പോൾ T1 ഉണ്ട്, P1 ഉണ്ട്, V1 ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്? കമ്പൈൻഡ് ഗ്യാസ് ലോ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. ഇനി അടുത്തത് 273 കെൽവിൻ താപനില T2 തന്നിട്ടുണ്ട്. ഇനി അടുത്തത് 2 atm മർദ്ദം P2 തന്നിട്ടുണ്ട്. വ്യാപ്തം കണ്ടുപിടിക്കണം, V2 കണ്ടുപിടിക്കണം. ചെയ്യാമല്ലോ. ഇതുപോലെ ഈ മുകളിലത്തെ പ്രോബ്ലം ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു താഴത്തെ പ്രോബ്ലം ചെയ്ത് ആൻസറിലേക്ക് എത്താം. ഈസി അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? വാതക നിയമങ്ങളിൽ ചാൾസ് ലോ പഠിച്ചു, ബോയിൽസ് ലോ പഠിച്ചു, അവഗാഡ്രോ ലോ പഠിച്ചു, അതുപോലെ തന്നെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനും പഠിച്ചു. ഇനി ഇതുകൂടാതെ ഗേ-ലൂസാക്ക് നിയമം, അത് NCERT പറയുന്നതാണ്. എന്നാൽ കഴിഞ്ഞ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നതാണ്.
നമ്മൾ അതും കൂടി ഒന്ന് നോക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുകൂടി നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എക്സ്പ്ലനേഷനൊക്കെ ഓക്കെ ആണോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. കൂടാതെ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ടും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മളുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി സ്റ്റഡി പ്ലാനും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കും. താങ്ക്